കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഏപ്രിൽ 1-ന് തുടക്കമാകും. കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ ഏപ്രിൽ 1 മുതൽ 8 വരെയാണ് 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആഘോഷിക്കുന്നത്. ഏപ്രിൽ 1-ന് വൈകിട്ട് 5 മണിക്ക് യജ്ഞാചാര്യൻ ഗുരുവായൂർ മണികണ്ഠവാര്യരെ യജ്ഞവേദിയിലേക്ക് പൂത്താലത്തോടുകൂടി ആനയിക്കും. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി വിഗ്രഹപ്രതിഷ്ഠ നടത്തും. ക്ഷേത്രം ഊരാളൻ ഭാഗവത സമർപ്പണവും ക്ഷേത്രം പ്രസിഡന്റ് ആദ്യ പറ സമർപ്പണവും നടത്തും. സപ്താഹ ദിവസങ്ങളിൽ രാവിലെ ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമാർച്ചന, സമൂഹാരാധന, ഗ്രന്ഥപൂജ, ഉണ്ണിയൂട്ട്, വിദ്യാഗോപാല മന്ത്രാർച്ചന, സർവൈശ്വര്യപൂജ, ദീപാരാധന, പ്രഭാഷണം, ഭജന എന്നിവയുണ്ടാകും. യുവപ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീവ്യാസൻ മണ്ണാർക്കാടിന്റെ ആധ്യാത്മിക പ്രഭാഷണവും നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. ശേഷം അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ശാസ്താംകോട്ടുകാവ് ശ്രീ ശാസ്താക്ഷേത്രത്തിൽ പതിവായി നടത്തിവരുന്ന ഭാഗവത സപ്താഹം ഏപ്രിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പ്രൗഢഗംഭീരമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ ഭാഗവത ആചാര്യനായിട്ടുള്ള ഗുരുവായൂർ ശ്രീ മണികണ്ഠവാര്യരാണ് സപ്താഹം നടത്തുന്നത്. ഭദ്രദീപം തെളിച്ച് ഈ മഹത്തായ കർമ്മം ആരംഭിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂർ അമ്പലത്തിലെ തന്ത്രിയായിട്ടുള്ള ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അവറുകളാണ്. ഈ മഹത്തായ കർമ്മത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയംഗമമായ സ്വാഗതമരുളുന്നു.